കൃത്യമായ ഒരു ഭിന്നിപ്പിന്റെ രീതിയിലെ കാര്യങ്ങൾ പോയി കഴിഞ്ഞു. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ ശ്രീ മുസ്തഫ മുണ്ടുബാറ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ ഇവിടെ ഒരു ശുദ്ധീകരണത്തിനുള്ള ശ്രമത്തിലാണ് എന്നാണല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത്. അതായത് ഈ പറയുന്ന മുജാഹിദ് ആശയങ്ങളും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളും അത് സമസ്തയിലേക്ക് കടന്നു വരുന്നു, അത് സംഘടനാപരമായ രീതിയിൽ അത് കൊണ്ടുവരുവാനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുമ്പോൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ അതിനുള്ള വിത്തുകൾ പാകിയിട്ടുണ്ട് എന്നാണല്ലോ. അപ്പോൾ അവരെ പുറത്താക്കുവാനായിട്ട് ഈ പക്ഷം ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ ആശയങ്ങളെ അടിച്ചമർത്തുവാനായിട്ട് ശ്രമിക്കുന്നു എന്നതാണ്. താങ്കൾ ഈ കാണുന്ന ഈ രണ്ട് പക്ഷങ്ങളെയും നോക്കുമ്പോൾ ഏത് പക്ഷത്തോടൊപ്പം നിൽക്കുവാനാണ് താങ്കൾക്ക് താല്പര്യമുള്ളത്? താങ്കൾ നേരത്തെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന, കാരണം എല്ലാ ആശയങ്ങളെയും ഒത്തുചേർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അതായിരിക്കുമല്ലോ താങ്കൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ പറയുന്ന മുസ്തഫ മുണ്ടുബാറയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തോട് താങ്കൾക്ക് താല്പര്യമുണ്ടാകാൻ സാധ്യത കുറവാണ്. അല്ല, മുസ്തഫ മുണ്ടുബാറ പറഞ്ഞില്ലല്ലോ അദ്ദേഹം ഒരു വിഭാഗത്തിന്റെ ആളാണെന്നുള്ളത്. അല്ല, അദ്ദേഹം പറഞ്ഞു ഈ ആശയങ്ങളുടെ വൈരുദ്ധ്യം അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ ഒരു പക്ഷമാണല്ലോ അത്. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ 1920കളിൽ ഐക്യസംഘം, അതിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്റെ വല്ലിപ്പയുടെ എക്സിക്യൂട്ടീവ് അദ്ദേഹത്തിന്റെ സഹോദരൻ സെക്രട്ടറിയാണ്. അപ്പൊ ഞാൻ ഏത് പക്ഷത്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയാം. എനിക്കിപ്പോ ആ പക്ഷത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അതൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്, മനസ്സിലായില്ല. പക്ഷെ അങ്ങനെയല്ല, അത് ഞങ്ങളിപ്പോ പൊതുവേദിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ന്യായമായിട്ടുള്ള രീതിയിലൊരു കാഴ്ചപ്പാട് വേണമല്ലോ. അപ്പൊ മുണ്ടുപാറ മാസ്റ്റർ തന്നെ അദ്ദേഹം ഒരു എഡിറ്റോറിയൽ എഴുതി വഖഫ് പ്രശ്നത്തിനെ പറ്റിയിട്ട് അദ്ദേഹം എഡിറ്റോറിയൽ എഴുതിയപ്പോൾ അദ്ദേഹത്തെ ക്രൂശിക്കാൻ ശ്രമിച്ചു. പക്ഷെ ശരിയല്ല, കാരണം അതോടൊപ്പം തന്നെ ഷാജിയും അതും ഇപ്പൊ ഒരു വിഷയമാണല്ലോ, ഷാജിയും ET മുഹമ്മദ് ബഷീറും നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വേറെ കാര്യം കൂടെ പറയാം, ഞാനും ആ ഡോക്യുമെന്റ് കണ്ടിട്ടുണ്ട്. ആ ഡോക്യുമെന്റിൽ വഖഫ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് മറച്ചു പിടിക്കാനൊന്നും പറ്റില്ല. വഖഫ് ജുഡീഷ്യൽ കമ്മീഷന്റെ മുന്നിൽ പോട്ടേന്നേ, അപ്പൊ അറിയാതെ വഖഫാണോ അല്ല. അത് വഖഫ് ആണെന്നുള്ളത് കൊണ്ട് മുനമ്പത്തുള്ള ആൾക്കാർക്ക് ഭൂമി കൊടുക്കണമെന്നൊന്നുമില്ല. അത് നിയമം സർക്കാർ ഉണ്ടാക്കണം. കാരണം അത് വിറ്റതാണെന്ന് ഫറൂഖ് കോളേജ് കമ്മിറ്റി പറയുന്നു. അപ്പൊ അതൊരു വിഷയ തർക്കത്തിന് ഒരു കാര്യമാണ്. കാരണം മാസ്റ്റർ വലിയ ലേഖനമാണ് ഞാൻ വായിച്ചിട്ടുണ്ട് സുപ്രഭാതത്തിൽ അതിനെ പറ്റിയിട്ട്. ഇത് ഒരു വളരെ കുഴഞ്ഞ വിഷയമാണെന്നേ. കാരണം ഉമ്മർ ഫൈസിയും മറ്റേ ഇവരും അദ്ദേഹവും അതിരിശ്ശേരിയും അങ്ങോട്ടും കൊണ്ട് തല്ലുവിടുന്നു. ജിഫ്രി തങ്ങൾ വേറെ മറ്റേ രീതിയിൽ തല്ലുവിടുന്നു. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ലീഗ് ഗ്രൂപ്പ്, ആന്റി ലീഗ് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ എന്താണ് ആശയപരമായ ഭിന്നിപ്പ് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഡോക്ടർ ഫസൽ ഗഫൂർ. അതാണ് ഈ ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷം. അത് ഞാൻ പറഞ്ഞല്ലോ, ആശയപരമായിട്ട് തുടർച്ച എന്തായാലും സമസ്തയിൽ ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വരും. അതൊരു ആശയപരമായിട്ടുള്ള വ്യത്യാസം ഇവിടെ മുജാഹിദിൽ വന്നില്ലേ? മനസ്സിലായില്ലേ? ജമാഅത്ത് ഒരു കൊച്ചു സംഘടനയാണ്, അതുകൊണ്ടാണ് അതിൽ വരാത്തത്. അത് വേറെ രാഷ്ട്രീയ മത സംഘടനയാണ്, മനസ്സിലായില്ലേ? രാഷ്ട്രീയം കൂടെ കൂട്ടിക്കളത്തിയിട്ടില്ല. മറ്റ് സംഘടനകളിലൊക്കെ ആശയപരമായിട്ട് അഭിപ്രായം വരും. എന്താ പറയുക, നമ്മളൊരു പുതിയൊരു നൂറ്റാണ്ടിലോട്ട് കടക്കുകയാണ്. ഇവിടെ വിദ്യാഭ്യാസം വന്നു, സ്ത്രീ വിദ്യാഭ്യാസം വന്നു, സ്ത്രീകളുടെ സ്ഥാനത്തിനെ പറ്റിയിട്ട് ചൊല്ലപ്പം ഞങ്ങൾ ചോദിച്ചല്ലോ, ഞാൻ ലീഗ് പ്രസ്ഥാനം ആണ്. കാരണം സ്ത്രീ വിദ്യാഭ്യാസം, സ്ത്രീകളെ MSF മത്സരിക്കുന്നു, സ്ത്രീകൾ സിൻഡിക്കേറ്റിൽ സ്ത്രീകളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോ ആബിദയുണ്ട് സെനറ്റിൽ, എൻ്റെ അറിവിൽ മനസ്സിലായിട്ടില്ല. അപ്പൊ ഇഷ്ടംപോലെ ലീഗുകാർ സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് വലിയ സമ്മേളനം നടത്തുന്നു. അതിപ്പോ ഇന്ന് നടത്തിയ പ്രസ് കോൺഫറൻസിൽ അവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട് എന്തിനാണ് സ്ത്രീകളെ സെനറ്റിൽ എടുത്തതെന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. ഇന്ന് നടത്തിയ പ്രസ് കോൺഫറൻസിനെ പറ്റിയിട്ടാണ്. അത് ലീഗ് വിരുദ്ധരാണെന്നാണ് നിങ്ങൾ പറയുന്നത്, എനിക്കറിഞ്ഞൂടാ. പ്രതിനിധാനം ചെയ്യുന്ന ആ പക്ഷത്തിന്റെ ആൾക്കാർ തന്നെയാണ്. മുസ്തഫ മുണ്ടുപാറ അങ്ങനെ പ്രതിനിധാനം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല, മനസ്സിലായില്ലേ? അദ്ദേഹം ഞങ്ങളാണ് പുരോഗമനം കൊണ്ടുവരുന്നത് എന്ന് രണ്ടു പക്ഷവും പറയുന്നുണ്ട്. ഇപ്പോൾ ആദർശേരിയും ടീമും ഒക്കെ പറയുന്നത് ഞങ്ങളാണ് പുരോഗമന ആശയങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ്. അവർ ലീഗിനോട് അടുത്ത് നിൽക്കുന്നവർ. ഇപ്പോൾ എതിർപക്ഷവും പറയുന്നത് ഞങ്ങളാണ് പുരോഗമന ആശയങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ്. പുരോഗമന ആശയങ്ങളൊക്കെ കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് ഇവർക്ക് തടുക്കാൻ പറ്റായിരുന്നു. അത് CHന്റെ കാലഘട്ടം തൊട്ടിട്ട് പുരോഗമന ആശയങ്ങൾ കൊണ്ടുവന്നു. പിടിയിട്ടോ, ഈ കോളേജുകളിലൊക്കെ പഠിക്കുന്നത് മുഴുവനും, എന്റെ മെഡിക്കൽ കോളേജിൽ 10 ലീഗ് MLA പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ പലരും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയി, പലരും ഗവൺമെന്റ് ഉദ്യോഗത്തിലുണ്ട്. പഞ്ചായത്തുകളിലൊക്കെ ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുകളുണ്ട്. ഒരു പെൺകുട്ടി ബ്രസീലിലാണ് കാണാൻ പോയിരിക്കുന്നത്, മനസ്സിലായോ? ഇവരെന്തിനാണ് എതിർക്കുന്നത്? എന്തിനാണ് CIC എതിർക്കുന്നത് സമസ്ത? ആ CICനെ എതിർക്കുന്നതിന് ഒരു കാര്യമുണ്ട്. അത് ഞാൻ എന്താണെന്നുള്ള വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. CIC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയതിന് ശേഷം അത് വേറെ ട്രസ്റ്റ് ആക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നു. അത് ശരി, ഞാനിതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നേ. ഞാൻ കുട്ടിക്കാലത്ത് കണ്ട് ജനിച്ചു വളർന്നതല്ല. എന്റെ പിതാവ് MESന്റെ സ്ഥാപകൻ. അപ്പൊ ഞാനിതെല്ലാം കണ്ട് ഇവരൊക്കെ എനിക്ക് നല്ലോണം പറഞ്ഞത്. CIC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആശയപരമായിട്ടൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുകയാണ്. എന്നാൽ കൂടി
അവര് എന്ത് ചെയ്യുന്നു വെച്ചാൽ കോളേജ് മർക്കസ് വളാഞ്ചേരിയിലെ മർക്കസിൽ നിന്നാണ് ഇതിന്റെ ഇത് തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് അത് ഒരുപാട് ചെറിയ കോളേജുകളാണ്. ഇത് ഭയങ്കര വലിയ കോളേജുകളോ എയ്ഡഡ് കോളേജോ അല്ലെങ്കിൽ സർക്കാർ അംഗീകരിച്ച കോളേജൊന്നുമല്ല. പക്ഷെ ഇവരെന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ ഞാൻ മുണ്ടുപാറ മാസ്റ്റർ വെച്ചാൽ എതിർത്ത് പറയണമെന്ന് എതിർത്ത് പറയാം. ഞാൻ മനസ്സിലാക്കിയത് CIC എന്ത് ചെയ്യുന്നത്, അത് വേറൊരു ട്രസ്റ്റ് മാതിരി. ഇപ്പൊ ഉദാഹരണമായിട്ട് എം അക്ബറിന്റെ പീസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ മുജാഹിദ് ആണെങ്കിൽ അത് വേറെ ട്രസ്റ്റാണ്, വേറെയാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. ഈ വേറെ ട്രസ്റ്റുകൾ ഉണ്ടാക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് സമസ്തയുടെ കീഴിൽ നിന്ന് വേറിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ പ്രശ്നമില്ല. കാരണം ഞങ്ങൾ ട്രസ്റ്റ് ഉണ്ടാക്കാൻ സമ്മതിക്കൂല. അതുകൊണ്ട് ഒരൊറ്റ കുട്ടിക്കും ഞങ്ങളുടെ നിന്ന് പോകാൻ പറ്റില്ല. അത് മൊത്തം സംഘടന വിഴുങ്ങാൻ വേണിച്ചാൽ അല്ലാതെ പറ്റൂല. അപ്പൊ ഇതിപ്പോ എന്താ വെച്ചാൽ ട്രസ്റ്റ് ഉണ്ടാക്കിയ ഇത് പോയിക്കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. ഈജിപ്തിലെ ഏതോ സർവകലാശാലയായിട്ട് പ്രൊഫസർ ബഹൗദ്ദീൻ നദ്വിയൊക്കെ സർവകലാശാലയായിട്ട് കണക്ഷൻ വരുത്തിയിട്ട് അദ്ദേഹം ചാൻസലറോ അങ്ങനെ എന്തൊക്കെ പേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുമാതിരി ഇവര് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും അതിർശ്ശേരി പുരോഗമനവാദിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പൊ അത് സംഘടനാപരമായിട്ടുള്ള ഒരു വിഷയം വേറെ ഉണ്ട്, അപ്പുറത്തെ ഭാഗത്ത് ആശയപരമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. പക്ഷെ അതുകൊണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൽ കുറെ പിന്തിരിപ്പന്മാരുണ്ട്, മനസ്സിലായി. നമ്മൾ പറയല്ലോ ഈ സമസ്തയിൽ. അതേസമയം കുറെ പുരോഗമനവാദികളും. ഈ പുരോഗമനവാദികൾ എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ ലീഗിനോട് ബന്ധപ്പെട്ട് കിടക്കണം. കാരണം ലീഗ് ഒരു പുരോഗമന സംഘടനയാണ്. ഒരു തർക്കം നമുക്ക് വേണ്ട. ഇയാമേന്റെ മകൾ വരെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടറാണ്, മുനീർ ഡോക്ടറാണ്, ഒരുപാട് സ്ത്രീകൾ അതിലുണ്ട്, മനസ്സിലായില്ല. അപ്പൊ ആ നിലക്ക് ഇതിനോട് ബന്ധപ്പെട്ട പക്ഷെ ഇന്നത്തെ ചർച്ചയിലും ഇവർ പറയുന്നുണ്ട് സ്ത്രീകള്. ഞാൻ ചോദിക്കട്ടെ, ഇവരല്ലേ പോയിട്ട് ഇപ്പൊ സമരം ചെയ്തിരിക്കുന്നത്? മുഖം മറച്ചവരെ PSMO കോളേജിൽ നിന്ന് പുറത്താക്കിയപ്പോ PSMO കോളേജ് മുജാഹിദിന്റെ കോളേജല്ലേ? രണ്ട് മുജാഹിദ് വിഭാഗം അതിനെ എതിർത്തല്ലോ, മുഖം മൂടി ധരിച്ചു വരുന്നുള്ളത്. അപ്പൊ അവിടെ പോയിട്ട് ഇവരെന്തിനാ സമരം ചെയ്യാൻ നിൽക്കുന്നത്? അത് അവരുടെ കോളേജല്ല, അവരെന്തോ ചെയ്തോട്ടെ എന്ന് വിചാരിക്കാന്നല്ലാതെ ഇതൊക്കെ ആരാ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏത് വിഭാഗമാണ് ചെയ്യണത്, ആര് പ്രചോദനമാണെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ അതിനെയൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. ഞാൻ പറഞ്ഞുതരാം, ഞങ്ങളിതൊക്കെ നിരോധിച്ചതാ. ഇതൊക്കെ ഞങ്ങളിതിന് ശക്തം. ഇനി ഏതൊരുത്തിനോട് വന്നിട്ട് ഒരു കാര്യമില്ല, ഞങ്ങൾ എതിർക്കും. അപ്പൊ പുരോഗമന ശക്തികൾ സമസ്തയിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളുടെ സംഘടനയിലും ഉണ്ട് സമസ്തയുടെ ആൾക്കാർ. മുണ്ടുപാറ മാസ്റ്റർ തന്നെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ CPM, അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. CPM നല്ലൊരു ശ്രമം നടത്തിയിട്ടുണ്ട് സമസ്തയിൽ ഇടപെടാനായിട്ട്. അത് തർക്കമൊന്നുമില്ല. അത് പിന്നെ അവർക്ക് അതിനുള്ള അധികാരം ഉണ്ടല്ലോ പോയി ഇടപെടാനായിട്ട്. കാരണം നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടല്ലോ സമസ്തയിലൊക്കെ ഉണ്ട്. ആ ശ്രമം പരാജയപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതെങ്ങനെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. CAA സമരം നടക്കുമ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷനായിക്കൊണ്ട് പിണറായി വിജയനെ ഉദ്ഘാടനം ചെയ്യുന്നു. ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്, മനസ്സിലല്ലേ? അതൊക്കെ വലിയ എതിർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ എതിർപ്പ് ഉണ്ടാക്കി ശരി, അത് കഴിഞ്ഞിട്ടുണ്ടായ ഇലക്ഷനിൽ എന്തുണ്ടാക്കി വെച്ചാൽ മതി, ആ പ്രദേശങ്ങളിലെ വോട്ടിങ്ങിൽ എന്ത് സംഭവിച്ചു നോക്കി വെച്ചാൽ മതി. അതുകൊണ്ട് ആ ശ്രമം മനസ്സിലായില്ലേ ഫലിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ രണ്ട് പക്ഷമാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂർ. എന്താണ് രണ്ട് പക്ഷമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലാന്നേ. അത് ഇവര് ഞാൻ പറഞ്ഞല്ലോ, CPM-നും മുസ്ലിം വോട്ട് ശ്രമിക്കാം, വേണമെച്ചാൽ BJP-ക്കും ശ്രമിക്കാം, കോൺഗ്രസിനും ശ്രമിക്കാം, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ പറയട്ടെ, ഇത്ര നേരം ഞാൻ സംസാരിച്ചല്ലോ, യൂത്ത് ലീഗ് പ്രസിഡന്റ് പ്രതിനിധിക്കറിയാലോ ഞാൻ ലീഗുകാരനല്ല എന്നുള്ളത്. ഞാനും ലീഗുകാരനല്ല, എൻ്റെ പിതാവും ലീഗുകാരനല്ലേ, എൻ്റെ വല്യപ്പനും ലീഗുകാരല്ലേ. അപ്പൊ അത് എന്നാലും ഞങ്ങൾ ഇവരായിട്ട് സൗഹാർദ്ദം ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഈ പുരോഗമന ആശയങ്ങളുള്ളവരും പാരമ്പര്യവാദികളും ആ ഒരു റിഫ്റ്റും ഇതിനകത്തുണ്ട്. അപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നത് ആ പുരോഗമന ആശയങ്ങൾ ഉള്ള സമസ്തയിലെ പണ്ഡിതർ എന്ന് പറയുന്നത് അവർ ലീഗുമായിട്ട് അടുത്ത് നിൽക്കുന്നവരാണ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ അവരെ എതിർക്കുന്ന നിങ്ങൾ പാരമ്പര്യവാദികളായി മാറുന്നു. ശ്രീ മുസ്തഫ മുണ്ടുപാറ. മഞ്ജുഷ, എനിക്ക് എന്റെ നെറ്റിന് എന്തോ ചെറിയ പ്രശ്നമുള്ളതായി തോന്നുന്നുണ്ട്. ഇല്ല, കുഴപ്പമില്ല, കേട്ടില്ലേ? ഒന്നുകൂടെ ഒന്ന് പറയാം. ഡോക്ടർ ഫസൽ ഗഫൂർ ഇവിടെ പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ പുരോഗമനവാദികൾ എന്ന് പറയുന്നവർ കൂടുതലും ലീഗുമായിട്ട് അടുത്ത് നിൽക്കുന്നവർ തന്നെയായിരിക്കുമെന്ന്. അപ്പോൾ സമസ്തയിലെ ഈ രണ്ട് വിഭാഗത്തിൽ ഈ പാരമ്പര്യവാദികളും പുരോഗമന ആശയങ്ങളുള്ളവരുമുണ്ടല്ലോ. അപ്പോൾ താങ്കളെ പോലുള്ളവർ ഈ പാരമ്പര്യവാദികളുടെ ഗണത്തിലേക്ക് വരും, അതായത് ലീഗ് വിരുദ്ധർ എന്നത്. അങ്ങനെയല്ലേ ശരിക്കും? ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, പുരോഗമന ആശയങ്ങളുള്ളവർ ലീഗിനോട് അടുത്ത് നിൽക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. ശരി മുസ്തഫ, അതേ സംബന്ധിച്ച് അതിന് നിങ്ങൾ മുണ്ടുപാറ മാസ്റ്റർ മറ്റേ വാദിയാന്ന് പറഞ്ഞത് ശരിയല്ലോ, നമ്മളങ്ങനെ കേട്ടിട്ടില്ലല്ലോ. അതാണ് എന്റെ പ്രതിഷേധം. അദ്ദേഹം അപ്പുറത്തെ ഭാഗത്താന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്.
അല്ല, സാർ എന്താണ് ഉദ്ദേശിച്ചത് എനിക്കറിയാം. ഫസൽ സാർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. പുരോഗമനം എന്നതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്, എന്തിലാണ് സമസ്തയുടെ പുരോഗമന കുറവുള്ളത്? നിങ്ങൾ നോക്കി, ഇന്ന് ഇത്ര വിപുലമായ സംവിധാനമുള്ള ഒരു മതസംഘടന ഏതാണുള്ളത്? 10,000-കണക്കിന് മദ്രസകൾ, അറബി കോളേജുകൾ, അല്ലാത്ത ആർട്സ് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് തുടങ്ങി പ്രവിശാലമായ ഒരുപാട് പ്രവർത്തനങ്ങൾ. സമസ്ത ഒരു തുലാസിൽ വെക്കുകയും മറ്റ് മുഴുവൻ മുസ്ലിം സംഘടനകളെ മുഴുവൻ തുലാസിൽ വെച്ചാലും സമസ്തയുടെ പുരോഗമനപരമായ പ്രവർത്തനത്തിന് മറികടക്കാൻ ഇവിടെ ഒരു സംഘടനക്കും സാധ്യമല്ല. അത്രയേറെ വൈപുല്യമുള്ള നെറ്റ്വർക്ക് ഉള്ള ഒരു സംവിധാനമാണ് സമസ്ത ജമിയത്തുൽ ഉലമ അവിടെ ഉണ്ടാക്കിയത്. ഇത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തേക്കൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, വിദേശ രാജ്യങ്ങളിലുണ്ട്. അപ്പൊ ഈ പുരോഗമനം എന്ന് പറയുന്നതിന്റെ എന്താണ് എന്ന് മനസ്സിലായില്ല. സമസ്ത എക്കാലവും അതിന്റെ മൗലികമായ മതവുമായി ബന്ധപ്പെട്ട മൗലികമായ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പരമാവധി പുരോഗമനമായ നിലപാട് സ്വീകരിച്ച ഇവിടെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചിരുന്നു ഡോക്ടർ ഫസൽ ഗഫൂർ, ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചിരുന്നു PSMO കോളേജിൽ. അവിടെ ഈ നിഖാബ് ധരിച്ചതിന് അവിടെയുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നുവല്ലോ. അതിൽ എന്തിനാണ് സമസ്ത പോയി ഭാഗഭാക്കായത് എന്ന്, അവിടെ സമരം ചെയ്യാൻ പോയതെന്ന്? അത് ബഹുമാനപ്പെട്ട ഫസൽ സാറിന്റെ പെരിന്തൽമണ്ണ MES കോളേജിൽ ഉണ്ടായിരുന്നു ഈ വിഷയം. ഫസൽ സാർ നേതൃത്വം നൽകുന്ന MES കോളേജിൽ അവിടെ ഒരു സയ്യിദത്തായ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഈ തങ്ങന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം തന്നെ മുടങ്ങി എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ നിയമത്തിൽ ഒന്നും ഇല്ലാത്തൊരു നിയമമാണ് PSMO കോളേജിൽ അവര് അടുത്ത പ്രിൻസിപ്പാൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അവര് പിന്മാറിയെന്നത് സ്വാഗതാർഹമാണ്. ആദ്യം പരീക്ഷയ്ക്ക് ചെന്ന കുട്ടികളെ നിഖാബ് ഇട്ടുകൊണ്ട് പരീക്ഷ ഹാളിലേക്ക് കടക്കുന്ന സമയത്ത് ഇൻവിജിലേറ്റർക്ക് അത് കാണിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമാണ്. അവർക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമാണ്. അത് പരീക്ഷ കഴിഞ്ഞാൽ പുറത്തിറങ്ങി ക്യാമ്പസിൽ നിഖാബ് ഇട്ടുകൊണ്ട് പോകുന്നതിന് ഒരു തടസ്സവുമില്ല. കേരളത്തിൽ പുറത്തുമില്ല. ഇതിപ്പോ വിവാദം ഉണ്ട്. കർണാടകയിലൊക്കെ വിവാദം ഉണ്ടായത് ഈ നിഖാബുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അപ്പൊ കേരളത്തിൽ അങ്ങനെ നിയമമില്ല, യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ നിയമമില്ല. അപ്പൊ ക്യാമ്പസിനകത്ത് നിഖാബ് ഇട്ടു എന്നത് വലിയൊരു കുറ്റമായി കാണേണ്ടതല്ല. നിർഭാഗ്യവശാൽ ഞാൻ ഫസൽ സാറിനോട്, എന്റെ ഏറ്റവും അടുത്ത ആളാണ് ഫസൽ സാറിനോടൊക്കെ നമുക്ക് അന്ന് ഞങ്ങൾ ഒരുപാട് തർക്കിച്ച വിഷയമാണ്. ഫസൽ സാറിന്റെ മെഡിക്കൽ കോളേജിലാണ് മെഡിസിൻ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം പോലും തടയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നിഖാബ് എന്ന് വസ്ത്രം എന്ത് ധരിക്കണം ധരിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇവിടുത്തെ ഭരണ സംവിധാനം നൽകുന്നുവെങ്കിൽ, ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നുവെങ്കിൽ അതിനെ തടയാൻ ഒരാൾക്കും അവകാശമല്ല. ആ തടയലാണ് PSMO കോളേജിൽ നടന്നത്. പക്ഷെ അവർ തെറ്റുതിരുത്താൻ തയ്യാറായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്ന് കുട്ടികൾക്ക് പോയ പരീക്ഷകൾക്ക് നിഖാബ് ഇട്ടുകൊണ്ട് തന്നെ ക്യാമ്പസിൽ കയറാൻ കഴിഞ്ഞു. പരീക്ഷ ഹാളിലേക്ക് അടക്കുമ്പോൾ ഇൻവിജിലേറ്ററെ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഒരു നിയമം, നമ്മുടെ റൂള് നമ്മുടെ ഇതിലുള്ളത് കൊണ്ട് അവരത് കൃത്യമായി ചെയ്യാൻ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ശരിയാണ്. അപ്പോൾ ലീഗിന്റെ പുരോഗമന ആശയങ്ങളുമായിട്ട് നിങ്ങൾ ഒത്തുപോവുകയില്ല. അവിടെ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞത് ലീഗിന് പുരോഗമന ആശയങ്ങളോട് യോജിപ്പാണുള്ളത്. അത് അദ്ദേഹം പറഞ്ഞത് ഏത് പക്ഷത്തോടൊപ്പമാണ് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞത് ഞാൻ പുരോഗമന ആശയങ്ങൾക്കൊപ്പമാണ്, അവിടെ ലീഗിനൊപ്പമാണ് ഞാനെന്നാണ്. പക്ഷെ താങ്കളുടെ സമീപനം അങ്ങനെയല്ല. എന്താണ് ഇതൊന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാം, അതൊന്ന് വിശദീകരിക്കണം. ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾ ചോദിച്ചിരുന്നു എന്തിനാണ് സമസ്ത അവിടെ സമരവുമായി പോയത് എന്ന്. എന്താണ് താങ്കൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഫസൽ ഗഫൂർ ഡോക്ടറോടാണ് ചോദിച്ചത്. ഡോക്ടർ ഇവിടെ മുസ്തഫ ആ കാര്യം വിശദീകരിക്കുകയുണ്ടായി. അതില് മുസ്തഫ പറഞ്ഞതിനോട്ടെ, എന്നിട്ട് ഇപ്പോഴും MES സമ്മതിക്കുന്നില്ലോ. അതിന് കാര്യം എന്ന് വെച്ചാല്, അതായത് പ്രോസ്പെക്ടസിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു മതത്തിന് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ SYS കോളേജിൽ മുജാഹിദ് ആശയങ്ങൾ നടപ്പാക്കുന്ന ഒരു അധ്യാപകൻ ജോയിൻ ചെയ്താൽ നിങ്ങൾ അയാൾ അവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കോ? ഇല്ല. ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ അവിടെ പ്രിൻസിപ്പൾ ആക്കോ? ഇല്ല. അപ്പൊ അത് നിങ്ങളുടെ ആശയങ്ങളായിട്ട് നിങ്ങളുടെ സാധനങ്ങൾ നടത്തിക്കോളൂ. ഞങ്ങളുടെ സാധനങ്ങളിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ സാമുദായിക സംഘടന തന്നെയാണ്, അല്ലാതെ ഞങ്ങൾ ശ്രീജിത്ത് പണിക്കർക്ക് മെമ്പർഷിപ്പോ മൂപ്പർ പ്രസിഡന്റ് ആക്കൂല. മനസ്സിലായോ? ഞങ്ങൾ മുസ്ലിം സാമുദായിക സംഘടനയാണ്. അപ്പൊ ഞങ്ങളുടെ സംഘടനക്ക് ഏത് രീതി വേണമെന്നുള്ള കോടതി വിധി എന്റെ കയ്യിലുണ്ടെന്ന്. അല്ലാതെ വിദ്യാർത്ഥികൾക്ക് തോന്നിയത് ചെയ്യാനൊന്നുമല്ല. അത് ഏത് സംഘടന, അപ്പൊ SYS ഏത് സ്ഥാപനത്തിലും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അവിടെ ഞങ്ങൾ തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. ഇങ്ങോട്ട് ഞങ്ങളുടെ ഒന്ന് തടസ്സപ്പെടുത്തിയാൽ അപ്പൊ നമ്മൾ വിഷയം വിവരം അറിയും. അത്ര എനിക്ക് പറയാനുള്ളൂ. പക്ഷെ എനിക്ക് ഈ ചർച്ചയിൽ തന്നെ കൗതുകകരമായിട്ട് തോന്നിയത്, അത് പറയാതിരിക്കാൻ കഴിയില്ല, സ്ത്രീകളെ പരസ്യവേദികളിൽ ഇരുത്തി കണ്ടിട്ടില്ലാത്ത സമസ്തയുടെ ശ്രീ മുസ്തഫ മുണ്ടുപാറ
തൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിഖാബ് വേണ്ട എന്ന് തീരുമാനമെടുത്തിരുന്ന ശ്രീ ഫസൽ ഗഫൂറിനോട് എന്താണ് പുരോഗമനം എന്ന് ചോദിച്ചത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തമാശയാണ് തോന്നിയത്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് CIC എന്ന് പറയുന്ന ഒരു കാര്യവുമായി മാത്രം ബന്ധപ്പെട്ട് ശ്രീ മുസ്തഫ, സെനറ്റിലും സിൻഡിക്കേറ്റിലും വനിതകൾക്ക് പ്രാതിനിധ്യമാകാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു വാദമുണ്ട്. ആ വാദത്തിനെ സമസ്ത അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അംഗീകരിക്കുന്നില്ല എങ്കിൽ അത് പുരോഗമനമല്ല എന്നും, അംഗീകരിക്കുന്നുണ്ട് എങ്കിലും അത് നടപ്പാക്കാനായിട്ട് സമസ്ത തീരുമാനിക്കുന്നു എന്നുമാണ് പറയുന്നത് എങ്കിൽ അത് പുരോഗമനമാണ്. അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ വളരെ പാരമ്പര്യവാദത്തിലേക്ക് പോകേണ്ടതുണ്ടോ, അതോ ആധുനിക കാര്യത്തിനനുസരിച്ച് എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് മാറേണ്ടതുണ്ടോ? അതൊരിക്കലും ഒരു മതവിഭാഗത്തിൻ്റെ താല്പര്യങ്ങളെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, പക്ഷേ പ്രോഗ്രസീവായിട്ട് നമ്മളെങ്ങനെ കാലോചിതമായി സ്വയം പരിഷ്കരിക്കാമെന്നുള്ള ഒരു ചിന്ത അത് ആഭ്യന്തരമായി തന്നെ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ഫസൽ ഗഫൂർ എന്ന് പറയുന്നത് ഈ പാർട്ടി ഈ മതവിഭാഗത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ആളല്ലേ. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്തയുണ്ട് എങ്കിൽ സമാനമായ രീതിയിലത്തേക്കുള്ള ചിന്തയാണ് പുരോഗമന ചിന്ത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലത്തേക്ക് സ്വയം പരിഷ്കരിക്കുന്നതിന് മറ്റുള്ള സംഘടനകൾക്കും സാധിക്കും. അപ്പോൾ മൊത്തത്തിലുള്ള ആൾക്കാരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സമസ്ത ഏറെക്കാലം അങ്ങനെ കൊണ്ടുപോവുകയും വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള ചിന്തകൾ പിന്തുടരുകയും ചെയ്താൽ ഒരുപക്ഷെ ഇനി വരുന്ന കാലത്ത് കുറേയധികം ആൾക്കാർ സമസ്തയിൽ നിന്ന് മാറിപ്പോകാനുള്ള ശരി, അതാണ് ഇപ്പോഴത്തെ ഭിന്നിപ്പിന്റെ യഥാർത്ഥ കാരണം. ഈ ആശയപരമായ സംഘർഷമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ആര് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും